നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അത് വേറെ ഒന്നല്ല, നമുക്ക് 24-ാം തീയതി വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കാത്തൂന് ഇതൊക്കെ ആയപ്പോൾ ഞാൻ കുണുക്ക എന്നോട് ചോദിച്ചു, ബേബി എന്താ ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു ഇതുണ്ടായിരുന്നു, നമുക്ക് മൂന്നാർ പോകാമെന്ന്. മൂന്നാറല്ല എവിടെയെങ്കിലും പോകാമെന്നൊരു വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാറിലേക്ക് എത്തിയിട്ടാണ്. അവന് കാടും ചുരമൊക്കെ കാണണമെന്നാണ്. അപ്പോൾ അവൻ്റെ സന്തോഷത്തിന് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്നൊന്നും ഇൻട്രോ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല. കാരണം ആ ഒരു നേരത്ത് നമുക്കതൊന്നും എടുക്കാൻ തോന്നിയില്ല. നമ്മൾ വേഗം പോകുന്നു. ഇപ്പോൾ ഏകദേശം സമയം 4:30 ആയിട്ട് നമ്മൾ എത്തിയിട്ടില്ല. ഇനിയൊരു 45 മിനിറ്റും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ലൈറ്റും കാര്യങ്ങളാണ്, നമുക്കൊരു ഇൻട്രോ എടുത്തിട്ട് പോവാം തുടക്കം. കാരണം 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വർക്കിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊന്നും ടൈം കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയ കാരണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാറിൽ പൊന്നും അവരൊക്കെ കിടക്കുന്നുണ്ട്, അച്ഛനമ്മയും വാഷ്റൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെന്താ, ഇനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീഡിയോയിൽ കാണാം. ഓക്കെ, പൊന്നുവിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊന്നുവിന് കാത്തുവിനൊക്കെ അവർ ഇവിടെ വണ്ടിയിൽ. പാലുകൂടിയാ? ഓക്കെ, വീഡിയോ എന്തായി, ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്? ഇതാ അവിടെ കുഞ്ഞൊരു ആയോർത്തെ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. കുഞ്ഞൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുള്ളൊരു ആയേട്ടാ, ഉറക്കം വരുന്നുണ്ട്. കുണുക്ക് ഇതാ പൊന്നുവിൻ്റെ മടിയിലുണ്ട്, കുണിക്ക് കുഞ്ഞൻ്റെ മടിയിലുണ്ട്, കാത്തു പൊന്നുവിൻ്റെ മടിയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നീ പോയാലോ? കുറേ ഇതുണ്ട്. പൊന്നുവിനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് സിബ് ലൈനിൽ കയറണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കയറ്റി കൊടുക്കൂട്ടാ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. എന്താവും നമുക്ക് നോക്കി വഴിയെ കാണാം. ഇതാ നമ്മുടെ അമ്മ നടന്നു വരുന്നു. അമ്മ പമ്പ് വിലക്ക് വാങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടോ തോന്നുന്നു. എല്ലാം നോക്കിയിട്ടാണ് വരുന്നത്. എന്താ ഇഷ്ടമായ പമ്പ് വാങ്ങണ? പിന്നെ ഇതാ നമ്മുടെ സ്വന്തം നായരുടെ പമ്പാട്ടാ. നായരുടെ പമ്പ് ഇപ്പം അമ്മയ്ക്ക് ഇഷ്ടമായില്ല, വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പോയിട്ടുണ്ട്, അച്ഛൻ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാൻ. കണ്ട നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നമ്മുടെ സ്വന്തം നായരുടെ ഹോട്ടൽ. നായരുടെ ഹോട്ടലിൽ നിന്ന് നായരുടെ പമ്പും നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ കണ്ട ഒരു ഇറങ്ങിയ സ്ഥലം ഇവിടെയാണ്. നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ അധികം ഇറങ്ങിയിട്ടില്ല. ഒരു സ്ഥലത്ത് അങ്കമാലിയിലൊന്ന് ചായ പിടിക്കാൻ നിർത്തി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ നിർത്തിയ ഡെസ്റ്റിനേഷൻ. അവിടുത്തെ കാത്തുന് ഫസ്റ്റ് അല്ലേ? കാത്തുന് ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? കാത്തുന് ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? നിങ്ങള് കാത്തുന് ഫസ്റ്റ് ട്രിപ്പാ? എടേ, നമ്മുടെ മോളെ കണ്ടു കഴിഞ്ഞാൽ വേറെ വല്ല കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടാ? അവരെ കണ്ണിൽ കുഴപ്പാവൂലേ? മുത്തേ, കാത്തുമ്മ നിന്റെ മാത്ര? കാത്തുമ്മ എവിടെ എവിടെ? കുക്കാപ്പി ഒന്നു ഞാൻ വിളിച്ച നോക്കില്ല അല്ലേ? ഒമ്പോ, അമ്മ കണ്ടില്ലല്ലോ. കുക്ക എന്നെ ഇഷ്ടല്ലേ? നോക്ക്, എന്നെ ഇഷ്ടല്ലല്ലോ. ഇഷ്ടല്ല അല്ലേ? ഓക്കെടാ, ശരി. എന്നെ നോക്കില്ലല്ലോ. ലാസ്റ്റ് വിളിയാ. നോക്കോ നോക്കില്ലല്ലോ. പങ്കില്ലടാ മാക്കാണ്ടി. ഇവിടെ വന്നപ്പോ കൊരങ്ങന്മാരെ കണ്ടിട്ട് നിന്നാട്ടാ. കുണുക്കന് കാണണമെന്ന് പറഞ്ഞിട്ട്. അല്ല കുണുക്ക അവിടെ ഉണ്ടാ? ചെക്കൻ്റെ കോല എങ്ങനെയുണ്ട്? അവിടൊക്കെ കുരങ്ങന്മാരുണ്ട്, അതാണ് അവൻ കാണി. അടിയാ? അപ്പൊ ഞങ്ങള് ഒന്ന് പുറത്തിറങ്ങിയതാണ്, ഞാനും കുണുക്കനും. അവൻ കാണട്ടെ. ഇവിടുത്തെ കാഴ്ച ഉണ്ട്, അടിപൊളി കേട്ടോ. താഴത്തേക്ക് ഭയങ്കര വേസ്റ്റും കാര്യങ്ങളും. എന്താ കുറേ തന്നെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടുകളൊന്ന് കണ്ടിട്ട് സെറ്റായിട്ട് പോട്ടെ. നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്.
എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊന്നിനെ കാണിച്ചിട്ടാ എന്താ മാറ്റം പറയണ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു മിനിറ്റ് വരുമ്പോഴേ ഞാൻ അമ്മോട് പറഞ്ഞില്ലേ നമുക്ക് അവിടെ തെറ്റന് ഇഷ്ടമായിരിക്കും. രാവിലെ പോയി റിട്ടേൺ തന്നെ വരുമ്പോ നമുക്കൊന്നും കറങ്ങാനോ എൻജോയ് ചെയ്യാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് മതി കാശ് ചെലവാന്നൊക്കെ പറഞ്ഞ് തളർത്തി ഞാൻ ഒരു ജോഡി ഡ്രസ്സാ വെച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മള് ചെറിയൊരു പ്ലാനിങ് ഒക്കെ ചേഞ്ച് ചെയ്തു. എപ്പോഴും പുറത്തു പോകാൻ മുന്നിലുള്ള ഡ്രസ് വെക്കുക, അങ്ങനെ എല്ലാരും ഓരോ ഡ്രസ് ഇരിക്കുന്നുണ്ട്. കുണുക്കി നമുക്ക് ഫുഡ് കഴിക്കാട്ടോ. ഇപ്പൊ സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. കാരണം കാണണ്ട എന്റെ കുങ്കന്റെ വാച്ച്. കാരണം ഞാൻ വാച്ച് വാങ്ങിയപ്പോ അവനല്ലേ ഫസ്റ്റ് വാച്ച് വാങ്ങി. നീയാ ഫസ്റ്റ് വാച്ച് അല്ല ബേബി അപ്പോഴാണ് വാച്ച് വാങ്ങിയത്. നീ ബർത്ത്ഡേക്ക് വാങ്ങിയില്ലേ? അപ്പൊ ഞാൻ അതല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മള് പ്ലാനിങ് മാറ്റി നമ്മളിവിടെ റിസോർട്ടിലേക്ക് പോവാൻ. അപ്പൊ ആ റിസോർട്ടിന്റെ വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ. അത് ഏതാന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണിക്കാം. ഒരു പുറത്ത് പറയല്ലടാ, നമ്മള് രഹസ്യമായിട്ട് വെച്ച സാധനല്ലേ. നീ പുറത്തേക്ക് വിടുകയാണോ? അവിടെ സർപ്രൈസ് കാണിക്കണ്ടേ നമുക്ക്? വേണ്ടേ? ഇനി പറയല്ലേ ഏട്ടാ ബാക്കിയുള്ള ഡീറ്റെയില്. സർപ്രൈസ്. അപ്പൊ ഞാനിങ്ങനെ ഞാൻ യൂട്യൂബിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഏത് ഹോട്ടലിലേക്ക് പോകണമെന്നിട്ട്. അപ്പൊ ഈ റിസോർട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞു വിളിച്ചോക്കടെ. ബാക്കിയൊക്കെ അവിടെ അപ്പൊ നമുക്ക് നേരെ ഞാൻ കിട്ടും പോകണ്ട. ഓക്കെ പോവാ. പൊന്നു എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളി സ്ഥലം കേട്ടാ. പ്രതീക്ഷിച്ചില്ല. എങ്ങനെയുണ്ട് ആംബിയൻസ്? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കാണാൻ. രാത്രി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാലത്ത് എത്തിയപ്പോട്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക. അവിടേക്കൊക്കെ കാണിച്ചു തരാം, ഒക്കെ കാണിച്ചു തരാം. കുക്ക ഇഷ്ടായി കുണുക്കന്? അവന്റെ കളിപ്പാട്ടകളൊക്കെ എടുത്തിട്ട് കുക്കി പെണ്ണെ ഒക്കെ കഴിഞ്ഞാ? ഒക്കെ കഴിഞ്ഞു. കള്ളർക്ക് ഇറങ്ങിയിട്ട് എന്ന് നോക്കാം അവള്. പിന്നെ ഈ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ആദ്യം തന്നെ അല്ലേ. കാത്തുവിൻ്റെ ഇത് ഫുള്ള് വണ്ടടിച്ചിട്ടാട്ടിരിക്കുന്നത്. ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെ സ്ഥലം എന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും പറയാം. എന്നാലും ഒന്ന് ഈ വീഡിയോ ഫസ്റ്റ് തന്നെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഇത് ഒരു ഹൈലൈറ്റ് ആണ് അല്ലേ. ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കാത്ത് ഫുള്ള് ബമ്പർ അടിച്ചു വെക്കുക. എന്താണ് എന്താ പ്രശ്നോ? അപ്പൊ നമ്മള് സ്റ്റേ ചെയ്യാം. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കിട്ടും. ശരിക്കും പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് വരേണ്ടതായിരുന്നു. സത്യം പ്ലാനിങ് ഇല്ലാതെ ശരിക്കും നഷ്ടബോധം അതാണ് ഉണ്ടായത്. പ്ലാനിങ് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അടിപൊളി വീഡിയോസും ഫോട്ടോസും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളാണ്. ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടാ. നമുക്ക് എങ്ങനെ വേണേലും വീഡിയോന്റെ മുകളിൽ. അങ്ങനെ ഞങ്ങള് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ആംബിയൻസിലൊരു ഹോട്ടല്. അപ്പൊ അത് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. സാറേ നമസ്കാരം. ജനറൽ മാനേജറാണ് ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട്. അപ്പോൾ സാറിന് എന്നോട് ചോദിക്കാം എവിടെയാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ? ശരിക്കും ഞങ്ങൾ മൂന്നാറിൽ രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പ്ലാന്റേഷൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും 35 ഏക്കർ സ്ഥലമാണ്. വൺ സൈഡ് 35 ഏക്കർ ഉണ്ട്. അതിനകത്ത് ഒരു സൈഡ് മൊത്തം നമുക്ക് ടീ പ്ലാന്റേഷനും ഒരു സൈഡ് മൊത്തം നമുക്ക് ഏലം പ്ലാന്റേഷനുമാണ്. ഏലം പ്ലാന്റേഷനകത്ത് തന്നെ നമുക്ക് ട്രീ ഹൗസ് ഉണ്ട്, കോട്ടേജസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി റൂംസ് ഉണ്ട്. കാണാട്ടാ ഇതെങ്ങനെയാവുന്നു ഒന്നൊരു ഐഡിയ ഇല്ല. ഞാനൊരു ഗൂഗിളൊന്ന് സെർച്ച് ചെയ്തു ഏതാണ് ഏറ്റവും നല്ല ഹോട്ടൽ എന്നുള്ളത്. റിസോർട്ട് നോക്കിയപ്പോഴാണ് ഫസ്റ്റ് നമുക്ക് വന്നത് ഈ ഒരു പേര് മാത്രമാണ്. അപ്പൊ കാത്തുവിന്റെ ഒക്കെ നോട്ടം എവിടേക്കാണെന്ന് അവൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടും കേട്ടോ. കാരണം ഒരിക്കലെങ്കിലും വരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക്. ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ എത്തിയത്. കാരണം ഒരു ഡ്രസ്സോ കാര്യങ്ങളില്ല, ഇത്ര ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഫോണിന്റെ ചാർജ് കഴിഞ്ഞാൽ പോലും എനിക്ക് കുത്തി വെക്കാൻ ചാർജർ പോലും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് കാണാം ഇതെങ്ങനെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടാ? സാറ് നമ്മളെ കൊണ്ടുകൊണ്ടിട്ടാ ഇതൊക്കെ വിളവ് കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ആട്ടാ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാട്ടോ പുറത്തേക്ക്. ഇതൊരു ആംബിയൻസ് എടുക്കാനായിട്ട്
ഞാൻ ഒറ്റയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. നീ ഉണ്ടാ? നമ്മൾ എടുത്ത് കഴിഞ്ഞു ഓൾറെഡി. പൂവിട്ട് വരുന്നുണ്ട്. കാത്തൂനിപ്പോ എവിടെയും നോക്കണ്ടെന്ന് പെടുത്തില്ല. ഇതാടാ, ഇതാണ് കുണുക്ക് ഐറ്റം. മണത്തോക്കി. നമുക്കത് പോവന്നെ. ആ ഓക്കെ, ഞങ്ങൾക്കത് മതി. കുണുക്ക കയറി ഇങ്ങട്ട്, നിന്റെ കൂടാരാ അത്. പോ അങ്ങോട്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? അമ്മേനെ ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുവിടാൻ പോട്ടെ. കുളിക്കോ? ഇത് അച്ഛനും അമ്മയുടെ റൂമാട്ടാ. പാലോം പാലോം നല്ല നടപ്പാലും. എത്ര ഇതിലാ നിൽക്കണ നോക്കി. പക്ഷെ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഒന്നും പറയാനില്ല. ചില സിനിമകളിൽ മാത്രം കണ്ടിരിക്കണേ. ഇവിടെ വല്ല ഷൂട്ടോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടാ? ഇനി ചിലപ്പോ ഉണ്ടാവട്ടെ. അതിനുള്ളൊരു ആംബിയൻസ് ഉണ്ട്. കാരണം നമ്മള് സിനിമകളിൽ മാത്രം കണ്ടിരിക്കണേ രാമന്റെ ഏതും തോട്ടം ആ ഒരു പടത്തില് കണ്ട ഫീലാണ് അല്ലേ? ആ ഒരു അതില് ഇതിന്റെ ഒരു 10 ഐറ്റം. കുണുക്ക എന്തായി? കുണുക്കിന് കള്ളച്ചിരി വരുന്നുണ്ട് കേട്ടാ. അവന് ഇഷ്ടായി. അപ്പൊ റൂമിന്റെ കേസ് ഞാൻ ഒന്ന് കാണിച്ചത് ഡീറ്റെയിൽ ആയിട്ട്. ഇതില് കേറി വരുമ്പോ തന്നെ മുയലും താറാവും നീരാളി. എന്താണ് അമ്മ അവിടെ വീട് എങ്ങനെയുണ്ട്? ബാത്റൂം എങ്ങനെയുണ്ട്? ഫസ്റ്റ് നോക്കണം നമ്മള്. ബാത്റൂമാണ് പൊളി പൊളി പൊളി. അതെ, ഇത് എത്ര ആയിട്ടില്ല നിക്കണേ? അമ്മ അല്ല വേറൊന്നല്ല ചോദിച്ചേ. ഹൈറ്റിലേക്കണൊക്കെ പേടിയാ. അമ്മ 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 നോക്കിയേ, എത്ര ഹൈറ്റിലാ നോക്കിയേ. നോക്കിയ താഴത്തേക്ക്. ഇതാ ഇവിടുന്ന് അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടാ. ഇങ്ങനെ കൊറേ വീഡിയോയിൽ കാണുമ്പോ പിന്നെ നമ്മളിങ്ങനെ മൂന്നാറൊക്കെ പോകുമ്പോ ഞാൻ നിക്കണ കണ്ടു. പക്ഷെ എന്റെ ഏരക്കേടെ പച്ചക്കുള്ള സ്മെല്ല് എന്താന്ന് നമുക്ക് അറിയില്ല. എന്റെ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു. പൂത്തു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ നോക്കുമ്പോ വേറെ സ്മെല്ലാണ്. ശരിക്കും മൂത്തതിന് ശേഷം നമ്മള് ഡ്രയറിലിട്ട് ഡ്രൈ ചെയ്യണം. കൊറേ പ്രോസസിങ് ഉണ്ടല്ലോ ഇതിന്. നമ്മളിപ്പോ ഒരു 5-6 കിലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കല് 1 കിലോ കിട്ടും. അത്രയും. അതുകൊണ്ടാണ് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പ്രത്യേകിച്ച് ഇവിടത്തെ എന്തേലും എനിക്ക് കിട്ടിമിട്ടായി. ഇവിടെ ഒരു അമ്മ ഇങ്ങോട്ട് വാന്നാ. ആ ഇവിടെ ഒരു അടിപൊളി സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് ഹൈയസ്റ്റ് പീക്ക് ആണ്. രണ്ടാമത്തെ മലയാണ് ചൊക്രമുടി എന്ന് പറയും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഇതിൽ അമ്മയുടെ എക്സ്പ്രഷൻ ആണ് കാണേണ്ടത്. ഇങ്ങോട്ട് അമ്മ വിറക്കുണ്ട് അമ്മ വിറക്കുണ്ട് സത്യമായിട്ടു. അമ്മ വിറക്കുണ്ട്. അമ്മ തലറങ്ങോ പോയി കഴിഞ്ഞ അമ്മ അങ്ങോട്ട് പോയി. അതൊക്കെ കാത്തൂനും പൊന്നൂനും നിക്കള നോക്ക്. കുഞ്ഞ വാറ്റത്തോ എങ്ങനെയുണ്ട്? മറ്റേ റീല് വരില്ലേ അങ്ങോട്ട് ഫേസ് ടു ഫേസ് വരണത് അതേപോലെ ആയില്ലോ. അമ്മക്ക് നല്ല പേടിച്ചിട്ടാട്ട അമ്മ നിക്കണ്. അച്ഛനെവിടെ? പക്ഷെ ഇത് രക്ഷയില്ലാത്ത ഇതാട്ടാ. കാരണം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇത് നിന്ന് ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടാ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രണ്ടിനും കൂടിയിട്ട് ആവട്ടെ എന്ന് വെച്ചിട്ടല്ലേ. അല്ല ഇതെന്താ അറിയോ, ഇത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയായി. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇതാണ്. എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോ ഏതറിയോ, രാമന്റെ ഏതും തോട്ടം, കുഞ്ചാക്കോബന്റെ പടമില്ലേ, അനുസിത്താരയായിട്ട്. ഏത് കുണുക്കൻ ഏതാ? അവനൊന്ന് പേടിക്കണം, നമ്മ ടെൻഷൻ അടിക്കുന്നു വേണ്ട. അച്ഛൻ വരുമോ? പക്ഷെ ഇവിടെ എന്താ അറിയോ, ഇങ്ങനെ ഒരു ഹട്ട് ഉണ്ടാക്കി പോലും മരങ്ങളെ ഒന്നുപോലും ദ്രോഹിക്കാതെ ആട്ടെ ഇവര് ഇത് ചെയ്തു കൊടുക്കണത്. കാരണം ഇത് ശരിക്കുള്ള മരം തന്നെയാ കേട്ടാ. അത് അതേപോലെ നിർത്തിയിട്ട് തന്നെയാണ്. അതിന്റെ ഉള്ളിക്ക് പോകണ്ട. ഓക്കെ, അതൊന്നും പോവില്ല, കുണുക്കൊന്നും പോവില്ല. കുണുക്കിനിപ്പോ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇതൊരു കണ്ടേന്റെ അപ്പുറത്തെ റൂം ഉണ്ട് അല്ലേ ഇവിടെ. പക്ഷെ ഏറ്റവും ഇതെന്താ അറിയോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചില സ്ഥലങ്ങളിൽ പോയാല് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തീരെ അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാത്തൂനിപ്പൊ എന്താ അറിയണ്ടത്, ഇത് എവിടെ എന്താന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ എങ്ങനെ രാത്രി പ്രേതങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലല്ലേ? ഇത് ചില സമയത്ത് ഉണ്ടാവുന്നു. ആന അങ്ങനത്തെ വന്ന് താഴത്തുനിന്ന് ചിഹ്നം വിളിക്കുമ്പോ കുഞ്ഞെ എവിടെ ഉണ്ട്, കൃഷ്ണ കൃഷ്ണ കുന്താ ജനാർദ്ദനാ. അങ്ങോട്ട് നീ വരണ്ടേ, അങ്ങോട്ട് എത്തില്ല. അങ്ങനെ അപ്പൊ അമ്മ അവിടെ വരച്ചിട്ടിരിക്കണ്ടാവും പൊതച്ചിന്റെ അടിയില്. കുണിക്ക് ഇഷ്ടായ? എങ്ങനെയുണ്ട്? ഇനി നിനക്ക് എനിക്ക് മനസ്സിലായി. ഇവന് ഏറ്റവും എന്താ അറിയോ, ആ ഫ്രണ്ടിൽ കണ്ട വണ്ടി ഇല്ലേ, വന്നപ്പോ മുതല് ഇതില് പൂവില്ലേ അത് അവന് ഈ വണ്ടികളൊക്കെ ഭയങ്കര ക്രേസാ. അപ്പൊ വന്ന പാടും അത് കണ്ടപ്പോ അവന് ചെറിയ വണ്ടികളൊന്നും ഇഷ്ടല്ല. ഇവിടേക്ക് അധികം ഇതില്ലടാ. ഇതൊരു വ്യൂ ഒന്നും പറയാനില്ല കേട്ടാ. അടുത്ത റൂം എങ്ങനെയാ? അടുത്തത് നമുക്ക് പോകുന്നത് ഫാമിലി ട്രീ ഹൗസിലേക്കാണ്. ഇതിപ്പോ ഇത്ര ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ അടുത്തത് വേറെ എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടി എക്സ്ട്രീം ഹൈറ്റിലേക്കാണ് പോകുന്നത്. അമ്മ എവിടെ കുലുങ്ങൂലേ? പോവാട്ടാ പോവാട്ടാ. മെല്ലെ മെല്ലെ ഉണക്ക. അത് അടുത്ത ഞങ്ങളുടെ ഹട്ടിക്കൊന്ന് പോയത് എങ്ങനെയാണ് ഇവര് ഭയങ്കര ഞങ്ങളെ ഹൈപ്പിൽ നിർത്തി കൊടുക്കാണ് കേട്ടാ. ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട്, ഒരു സേവ് ദ ഡേറ്റ് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരാള് ഇതായിരിക്കും ഏറ്റവും നല്ല ഒരു പ്ലേസ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞാലും സീനറികളാണ്. നമുക്ക് കെട്ടന്നും മലന്നും എങ്ങനെ വേണേലും ഫോട്ടോ എടുക്കാട്ടാ. നോക്കിയേ, അമ്മ അവിടെ പേടിച്ചിട്ടാ വരണത്. അയ്യോ, ഈ ഒരു നടക്കാൻ പോണേല് പൊന്നോ പാടേ അമ്മ കേറുക. മക്കളെ കേറി വാടാ എന്റെ മോനെ. കുണിക്ക മെല്ലെ കേറിട്ടാ, പിടിച്ചു കേറ്. അതെ എന്റെ മോനെ, ഇങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? അപ്പൊ ഇനി മോനെ അടുത്ത് കാണിച്ചോ. എന്തായി കാത്തുമ്മ അപ്പൊ കതച്ചുടേ. ഇവർക്ക് പിന്നെ ശീലായാലും കുഴപ്പമില്ല. വാ കേറിക്കോ അമ്മ. കേറുന്ന കേറ്, ഒരു ഇങ്ങോട്ട് കേറി വന്നേ. നിങ്ങളെന്നെ ഞാൻ മറ്റേ ഇതിന്റെ മുകളിൽ കയറ്റി വിടുമ്പോ എങ്ങനെയാ നിക്കുക അമ്മ? ഇവിടെ മറ്റേ സംഭവം ഉണ്ട്, ഈ റബ്ബറിന്റെ മുകളിൽ പോണ സാധനം ഇല്ലേ, അതിൽ കയറ്റി വിടാ വെച്ചിട്ടാ. മറ്റേ വീട്ടിക്ക് പോവാ.
വിറച്ചിട്ട് താഴത്തേക്ക് നോക്കിയേ, ഒരു കറക്കൂല, ഇങ്ങോട്ട് കേറി വാ. മെല്ലെ മെല്ലെ കേറണുള്ളൂ. റൂമ് കേറിയിട്ട് നോക്കിയിട്ടാ അക്ക അവിടെ ഞാൻ നല്ലൊരു വീഡിയോ എടുക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു ബാൽക്കണി, ഫസ്റ്റ് നമുക്ക് ചെറിയൊരു ബാൽക്കണി കേട്ടോ ഉള്ളത് മതി, രണ്ടാക്കളാല് സിമ്പിളായിട്ട് റൂം, പക്ഷെ പവർഫുൾ. ആ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ ഏട്ടാ. ഇത് അച്ഛാ, ഇനി അച്ഛനോടാണ് ചോദ്യം. നിക്ക്, അച്ഛനെ കാണണം. എങ്ങനെയുണ്ട് നമ്മള് നിക്കണ് 18ാം പടി കേറിട്ടാ നിക്കണ് ഇപ്പൊ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടുന്നല്ല നമ്മള് വന്ന് കൊടുക്കാം, അതല്ലേ നമ്മള് വന്ന്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാരും ഏകദേശം ഫുഡ് കഴിച്ച് പോയിട്ടില്ല. അവർ കഴിച്ചോ. ഇതേപോലെ സമ്പൽ സമൃദ്ധി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നും. ഞാൻ കാണിച്ചുതരാം കേട്ടോ, അവിടെ ആൾക്കാരെ എടുക്കുന്നുണ്ട്, അത് കാരണം ഞാൻ കാണിക്കാത്ത. ഇവിടെ ഒരു ചേച്ചി ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ചേച്ചിയുടെ അടിപൊളി ഓംപ്ലേറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ചേച്ചിക്ക് നാണം വന്നപ്പോൾ തന്നെ ഈ ചിച്ചു ചേച്ചിയുടെ പണി നടത്തട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഓക്കെ, അത് നല്ലത്. അല്ലെ ചേച്ചിക്ക് കോൺസെൻട്രേഷൻ പോകും തോന്നുന്നുണ്ട്. നമുക്ക് പ്ലേറ്റ് എടുത്താലോ? അതായത് ഇത്രയും ഹൈജീനിലാട്ടോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ വഴിക്ക് വാ. എനിക്ക് അധികം ഇതൊന്നും വേണ്ട, ഞാൻ ഡയറ്റിലാണ്. ഡയറ്റ് പിന്നെ അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ചായയും കാപ്പിയും, പിന്നെ ബ്രെഡ്, പഴം, സോസേജ്, കറികൾ, ഉപ്മാവ് ഇട്ടാ. പൊന്നു എന്തൊക്കെ എടുക്കണേന്ന് നോക്കാം. പഴം എടുത്തോ? സാമ്പാർ അത് പിന്നെ ഇതാണല്ലോ, എവിടെ പോയാലും ദോശയും സാമ്പാറും വിട്ട് കളിയില്ലല്ലോ നിനക്ക്. നല്ല ചൂടുണ്ട് കേട്ടോ, കാരണം എനിക്കിവിടെ ആവിതെല്ലാം നല്ല അടിപൊളി ദോശയാണ്. പിന്നെ പൂരിയുണ്ട്, പിന്നെ സലാഡ് ഉണ്ട് കേട്ടോ, നമ്മുടെ മുളപ്പിച്ച ചെറുപയറും കാര്യങ്ങളൊക്കെ. പിന്നെ കട്ട് ഫ്രൂട്ട് ഉണ്ട്, പഴമുണ്ട്. ഇത് ഫ്രഷ് ജ്യൂസ്, ഗ്രേപ്പ മിക്സ് ആയിട്ട്. ഓക്കെ, ഹെൽത്തി തന്നെ കേട്ടോ, ഹെൽത്തി ജ്യൂസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കട്ട് ഫ്രൂട്ട്, എനിക്ക് കട്ട് ഫ്രൂട്ടും ഇത് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും ദേഹിയായിട്ട് വേണ്ട. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. യെസ്, എനിക്ക് ഒക്കെ സെറ്റാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഇവർ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടാ. കാത്തുൻ്റെ കേസ് ഞാൻ നോക്കിക്കോളാം, കാത്തോളം കാര്യമുണ്ട്. കാത്തുമ്മ എന്താ ഗംഭീര കളിയാട്ടാ. 4ാം ക്ലാസ്സുകാരി 18ാമത്തെ വയസ്സുകാരനും തിരിച്ചു പറഞ്ഞതാ. കളിക്കണ കളി കണ്ടു കഴിഞ്ഞാല് അവന് നന്നായിട്ട് കളിക്കുന്നുണ്ട്, നീ കളിക്കണില്ലല്ലോ. അത് വലിച്ചു ഊരാനല്ല, പഴശ്ശിയുടെ വാളല്ല അത്. അറിയില്ല നിങ്ങക്ക്? അറിയില്ല നിങ്ങക്ക്? ഗോൾ ബോൾ എടുത്തോ, അവിടെ റാക്കുണ്ടാവൂല. ഇതാണ് കളി. മെല്ലെ പറയടാ, കളിക്കാൻ കുറെ സാധനം, പക്ഷെ കളിക്കറിയില്ല.
ഫുഡൊക്കെ അടിപൊളി സാധനങ്ങൾ തന്നെ. ചോറുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ നെല്ലിക്കുപ്പിലിട്ടതുണ്ട്, പപ്പടമുണ്ട്, പപ്പടുണ്ട്, 2 തരം അച്ചാറുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, സലാഡ് ഉണ്ട്. ഇതൊരു ചിക്കൻ താളിച്ചത് സ്പെഷ്യലാട്ടാ. പക്ഷെ അടിപൊളിയുണ്ട്, ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. ഇതാ അച്ഛൻ, അമ്മ, കുണിക്കത് എവിടെ ഇരിക്കുന്നു. ആ ഷർട്ടില്ലാത്ത കാരണാട്ടോ ഞാൻ അവനെ കാണിക്കാത്ത. അപ്പൊ ഫുഡ് അടിച്ചാലോ. കുണിക്കും കാത്തു ഇതാ അവിടെ അവരുറങ്ങുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടാ. പിന്നെ ഇവിടെ പുറത്തേക്ക് നോക്കിയാൽ കേൾക്കാൻ പറ്റും ഒരു ശബ്ദം തന്നെയുണ്ട് ഈ ചീവീടുകളുടെ. ഇത് രാത്രി എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു പിടുത്തമില്ല. ഉറങ്ങാൻ പറ്റുമോ അത് ആ ഒരു ആന വന്നിട്ട് തോണ്ടോന്നൊന്നും അറിയില്ല. ചക്കയുണ്ട് ഇവിടെ. ചക്കക്കൊമ്പ് എത്തിക്കഴിഞ്ഞാ ചക്കക്കൊമ്പ വരുന്ന ആനയല്ല മലമ്പാമ്പ് അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് സത്യം പറഞ്ഞ മരത്തിന്റെ പേടി. എന്ത് പേടിക്കാ, പോണന്ന് ഒന്നും പേടിക്കാ. മലമ്പാമ്പ് ചക്ക പ്രാവശ്യം കിട്ടിയില്ലെന്നുള്ള വിഷമം മാറ്റി പോവാല. ചക്ക സമൃദ്ധിന്റെ എന്താ വേണ്ട ഓക്കെ, അപ്പൊ ഫുഡ് അടി തുടങ്ങിയിട്ടാ. അപ്പൊ ഓരോ കാര്യങ്ങൾ നോക്കട്ടെ. ഓക്കെ, അപ്പൊ നീ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടാ, എനിക്ക് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിന്റെ മുകളിനകത്ത് ഒതുക്കണ ആളാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പൊ ഇവര് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുഡ് അടിക്കുന്ന പൊന്നുവിനെ കാണാം നമുക്ക്. എങ്ങനെയുണ്ട് പൊന്ന ഫുഡ്? അടിപൊളിയാ, നല്ല മീൻകറി, നല്ല ചിക്കൻ. ഇഷ്ടായിട്ടാ പൊന്നുവിന് ഇഷ്ടായി. നല്ല ഫുഡാട്ടോ. കാലത്ത് നല്ലതായിരുന്നു, ഉച്ചക്ക് നല്ല ഇത് നല്ല മീൻകറി, ഫ്രൈഡ് റൈസ് സൂപ്പറാ. അമ്മ അത് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് തന്നെ അമ്മയും പറയുള്ളൂ കേട്ടാ. ഇവർ രണ്ടാളും ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുള്ളൂ. നമുക്ക് ആ ടേസ്റ്റ് അറിയില്ല, അത് നീ പറയണ്ട. നമുക്ക് അങ്ങനെ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്താണെന്ന് ഞങ്ങൾക്ക് നോക്കി അറിയില്ല. പക്ഷെ പൊന്നു അമ്മ അങ്ങനെയല്ല. അവർക്ക് മറ്റേത് പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും ഇഷ്ടമായോ ഇല്ല. അപ്പോൾ എനിക്ക് വേണ്ടേ, വേണ്ടാത്തോണ്ടാ ഞാൻ ആ കട്ട് ഫ്രൂട്ടും കാര്യങ്ങളും മാത്രം വെച്ചതാ. വിശക്കാത്തോണ്ടാ. കഴിച്ചോണ്ട് കൂട്ടി. എങ്ങനെയുണ്ടെന്ന് അച്ചാറും കാര്യങ്ങളൊക്കെ സൂപ്പർ ഉണക്കാം. അപ്പോൾ അച്ചാർ ഈ നെല്ലിക്ക് ഞാൻ ഒന്ന് എടുത്തു നോക്കാട്ടോ, കാരണം എനിക്കത് ഇഷ്ടമായിരുന്നു. നല്ല പുളിയുണ്ട്, മനസ്സിലായി. മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ ഓർഡർ ചെയ്തില്ല. എനിക്ക് വിശക്കാത്തോണ്ടാ. ഞാൻ വിശന്ന് കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞേനെ. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ദാഹം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അത് കാരണം പൊന്നിതാ നല്ല ബേഷായിട്ട് കഴിക്കണം. അപ്പോൾ ഇവര് ഫുഡ് അടിയൊക്കെ ഇനി കഴിയട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള വിശേഷങ്ങൾ. പൊന്നും ഒന്ന് നടക്കിറങ്ങിയതാണ് കേട്ടാ. ഫുഡ് അടി കഴിഞ്ഞപ്പോ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണല്ലോ. അപ്പൊ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. വാപന അപ്പൊ ഇനി ക്ഷീണത്തിലുള്ള ഉറക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വരട്ടെ. കാരണം ഏലക്ക തോട്ടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ രസം. അത് നമുക്ക് ബാക്കിയുള്ള വിഷയം. പൊന്നിന് ജലദോഷം ഉണ്ട് കേട്ടാ, ഭയങ്കര പവറായിട്ട് വന്നു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി കാണാം. നമുക്കിനി ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടാ. എങ്ങനെ എങ്ങനെ കാണട്ടെ. ഓക്കെ വാ. പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് മെയിനായിട്ട് ഒരു നല്ലൊരു പ്രാവിൻ്റെ കൂടുണ്ട്. പ്രാവും തത്തിൻ്റെ ഇട്ടാ. എന്താ ഒരു തത്ത, ഇതാ പ്രാവ് പ്രാവ് പ്രാവ്. പിന്നെ കുഞ്ഞ വാവ ഊഞ്ഞാലാടെ കേട്ടാ, കുഞ്ഞ വാവ കുട്ടി. അപ്പൊ പോവാ. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. നോക്കൂലോ, ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ്. പക്ഷെ വലിയ മീനുകളൊന്നുമില്ല, ഒക്കെ ചെറിയ ഒറ്റയാ. അതിന് ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്ത. ഇവിടെ വെറുതെ കയറിയപ്പോ
ബാക്കി റൂമുകൾ കാണാൻ വിചാരിച്ചു. യെസ്, ഇവിടെ നമ്മൾ നിൽക്കണം മാത്രമല്ല. ഒരു മിനിറ്റ് ഏട്ടാ, ഇവിടെ എത്ര ടൈപ്പ് റൂം ഉണ്ട്? ബേസ് കാറ്റഗറി വരുന്നത് ഡീലക്സ് ആണ്. അതിന്റെ ഹയർ വരുന്നത് സുപ്പീരിയർ റൂം വിത്ത് ബാൽക്കണി. അതിന് ഹയർ കാറ്റഗറി വരുന്നത് ഹണിമൂൺ കോട്ടേജ്, പിന്നെ ട്രീ ഹൗസ്. ഓക്കെ, നമുക്ക് ഇപ്പം പോണത് ഏതിലേക്കാ? സുപ്പീരിയർ റൂം വിത്ത് ബാൽക്കണി ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഏതിക്ക് വേണം എന്നുള്ള ഞങ്ങൾ സെലക്ഷൻ ആട്ടാ. അപ്പോൾ ആ റൂമിലേക്കുള്ള നോക്കാൻ പോകണതാണ്. കാരണം ഈ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇല്ല പറഞ്ഞാ. അപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങി, അപ്പോൾ നമുക്കിതും കൂടി കാണാമല്ലോ, എല്ലാം കണ്ടിരിക്കണമല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. പിന്നെ ഇതൊക്കെ സാധനങ്ങൾ കേട്ടോ, ഇതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇത് ഒറ്റടിക്ക് കണ്ട് തീരാവുന്ന സാധനങ്ങളല്ല. ഇവിടുത്തെ റൂം ആ നമ്മുടെ സ്ഥിരം ഉള്ള സ്ഥലത്തുള്ള പോലെ തന്നെ കാർഡ് റീഡറാണ്. അപ്പം നമുക്ക് നേരെ ഉള്ളിലേക്ക് കിടക്കാം. ആമ്പമ്പ ഇവിടെ ഉണ്ട് കേട്ടാ ആന. ഇവിടെ നമ്മൾ കാണാത്തതാണല്ലോ ആമ. ഇതെന്തായിരുന്നു? ഇത് വല്യാമ. ആ കണ്ട തെറ്റിച്ചു. ഇത് ഫ്ലവറിന്റെ, പക്ഷെ ഇത് അടിപൊളിയുണ്ട് കേട്ടാ. ഇത് ഉണ്ടാക്കണ ആൾ സമ്മതിക്കണോട്ടാ. റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങളൊരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. പിന്നെ നല്ലൊരു ടേബിളും കസേരയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ സ്ഥാനത്തേക്ക് പോണത്. ഇത് അയ്യവാ, ഇത് അടിപൊളി ബാൽക്കണി. അറിയേ, നമുക്ക് അടുത്ത പ്രാവശ്യം ബാൽക്കണി എടുക്കാം. അയ്യവാ, ഇത് തകർത്തോട്ടാ എൻ്റെ പൊന്നെ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, ഇത് അടിപൊളിയുണ്ട് കേട്ടാ. നല്ലതെന്ന് തന്നെ പറയണം. അത് എങ്ങോട്ടൊക്കെ നോട്ടം. ബാൽക്കണിയിൽ ഇരുന്നിട്ട് കാണുന്ന കാഴ്ചകളാണ് കേട്ടാ. അതൊരു സന്ധ്യ നേരത്തൊക്കെ വന്നിട്ട് ഇരിക്കുക, ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. പിന്നെ അന്ന് ജലദോഷം പിടിച്ചിട്ട് പിറ്റത്തെ ദിവസം ആശുപത്രിയിൽ ബാൽക്കണിയിൽ ഇരിക്കേണ്ടി വരും. അതാണ് ഉണ്ടാവുക. ഈ റൂം അടിപൊളിയുണ്ട് കേട്ടാ. കാരണം ഒരു ഫാമിലിക്ക് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചയാട്ടാ. ഇത് പല സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഈ ഒരു കളർ തീം നല്ല രസമായിരുന്നു. അയ്യവ ആരാ ഞാൻ ചേട്ടാ. അപ്പം ഇനി കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. അവള് ഓടണ നോക്കിയേ. ആ ഇത് ഞാൻ വരയ്ക്കും, നിനക്കറിയില്ലല്ലോ. സെയിം സാധനം ഞാൻ വരയ്ക്കരുത്. ഇത് അടിപൊളിയുണ്ട് കേട്ടാ. ആ ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് കേട്ടാ. അവിടെ നമുക്ക് പൂച്ചട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊന്നാ, നമ്മുടെ അക്വേറിയം ഇതേപോലെ ആക്കിയാലോ. ഒരൈറ്റവും വെറുതെ വിട്ടിട്ടില്ല, എല്ലാം യൂസ്ഫുൾ ആക്കിയിട്ട് തന്നെ വെച്ച് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞങ്ങൾ ആ ചേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. ചേട്ടൻ്റെ ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. താങ്ക് യു ചേട്ടാ. ഞങ്ങൾ ഇനിയും ഇടയ്ക്ക് ശല്യം ചെയ്യാൻ വരാം, എന്തെങ്കിലും നോക്കേ. നീ ഇനി എങ്ങോട്ടാ പോണേ? ഓക്കെ ബാ. വെയിലാണ് ഇട്ടാ. എങ്ങോട്ടാ അങ്ങോട്ട് പോണേ? അപ്പൊ മതിയായ 4 മണിക്കാ? സൈക്കിളാ? സൈക്കിളുണ്ടാ? ഞാൻ കൊറേ നാളെ സൈക്കിൾ ചവിട്ടിട്ട്. പിന്നെ കുതിര സവാരി ഉണ്ടെന്ന് കണ്ടു കേട്ടു. നമുക്ക് അത് നോക്കണം. പിന്നെ പൂളിൽ ഇറങ്ങണം, അതാണ് മെയിൻ. ഞാന് കുണുക്കൻ ഇവനിഷ്ടാണ്, പക്ഷെ ഇവ അങ്ങനെ എപ്പോഴും പറയില്ല. ഞാന് കുണുക്കൻ കുഞ്ഞൻ കുണിക്കൊക്കെ ഫുൾ ടൈം പൂളിൻ്റെ ആൾക്കാരാണ്. ഒരു ട്രിപ്പ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത സ്റ്റേ ആണെങ്കിൽ ഞങ്ങൾ പൂള് വേണം, അല്ലാതെ രക്ഷയില്ല. ഞങ്ങൾ വിട്ടുവീഴ്ച തരില്ല എന്നുള്ള വാശിയിലുള്ള ആൾക്കാരാണ്. അപ്പം എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം എന്തായാലും വെയിൽ കാരണം ഞങ്ങൾ മടങ്ങി അല്ലേ? അപ്പം എന്നാ അപ്പം നമുക്ക് പോയാലോ? അതിൽ കാഴ്ചകളാട്ടോ. ഇതൊക്കെ കണ്ടന്നെ
എക്സ്പീരിയൻസ് ചെയ്യണം നമുക്കപ്പം തന്നെ നമുക്ക് പൂളിക്ക് പോവാം അല്ലേ ഉണക്കാ. ഓക്കെ ഇല്ല അപ്പൊ അങ്ങോട്ട് പോവാ. സൈക്കിളും കുതിരയും അച്ഛനും അമ്മയും രണ്ട് കുതിര. വാ വാ തലയിട്ട് കടിക്കും. എന്താ തോന്നുന്നു നടന്നു വയ്യാതെയില്ല. വാ നടക്ക്. പാർക്കിംഗ് ആട്ടാ. വെളുത്ത് കുതിരാണല്ലോ. അടുക്കള ഉള്ളടക്ക സിനിമ അടിച്ചോക്ക്. അയ്യോ ഇവിടുന്ന് അടിയല്ലേ എവിടേക്ക് എത്തുക? ഊഞ്ഞാലാടാ പറ്റാട്ടാ. എന്താ ഈ ഒരു ഭംഗി വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എന്താ ഭംഗി നോക്കിയേ. നമുക്ക് എവിടെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാലും ഫ്രെയിമാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമാണിത്. എങ്ങനെയുണ്ട്? കുണിക്കുക കുണിക്കുക. നിങ്ങൾ മുങ്ങില്ല, കുഞ്ഞു മുങ്ങില്ല, മുങ്ങില്ല. എന്റെ പ്രശ്നം അറിയില്ല. നിങ്ങൾ പറഞ്ഞ നേരല്ലേ തുള്ളുമ്പോഴും ഞാൻ തുള്ളുമ്പോട്ടെ വെച്ചിട്ടാണ്.
ഒക്കെ തിന്നൊരു പട്ടി ഒക്കെ തിന്നു. എങ്ങനെയുണ്ട് ഏട്ടാ? എങ്ങനെയുണ്ട്?